സിൽവർ സ്റ്റോം കേരള കിഡ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്നോ സ്റ്റോം കേരളാസ് ഓൺലി സ്നോ പാർക്ക്. അതിരപ്പള്ളിക്ക് പോകുന്നുള്ളൂ, സ്നോയിൽ കളിക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് LIC. जिंदगी के साथ भी, जिंदगी के बाद भी. നമസ്കാരം. കേരള കൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിൽ ആംബേശീവ് എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ബാർവി നദിയുടെ തീരത്തുള്ള രാമഗിരി ആശ്രമത്തിലേക്ക്. ആശ്രമവും സന്യാസവും ചരിത്ര താളുകളിൽ നിന്നും പഠിച്ചവർക്ക് അത് നേരിൽ കാണണമെങ്കിൽ മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിലെ അംബേശീവ് എന്ന ഗ്രാമത്തിലേക്ക് വരാം. വികസന മത്സരത്തിൽ മലിനമായ മഹാനഗരത്തിന്റെ ശ്വാസം മുട്ടിൽ നിന്നും കുറച്ചുനേരം മാറി നിൽക്കാം. ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന സുന്ദരിയായ ബർവി നദി കാണാം. മനസ്സിന്റെ ആത്മശാന്തിക്ക് നദീതീരത്തുള്ള രാമഗിരി ആശ്രമത്തിലേക്കും കടന്നു ചെല്ലാം. ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്ന ഈ ആശ്രമത്തിന്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നതിലൂടെ മനസ്സിന് ആനന്ദം ലഭിക്കുമെന്നുറപ്പാണ്. കാനന മധ്യത്തിലെ പുരാതന കാലത്തെ ഗുരുക്കന്മാരെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇവിടുത്തെ ആശ്രമാധിപനും മലയാളിയുമായ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി. ലളിതവേഷവും ചുണ്ടിൽ പുഞ്ചിരിയുമായി ആശ്രമത്തിന്റെ ഓരോ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി അതിഥികളെ സൽക്കരിക്കുകയും കുശലം ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ സന്യാസി വര്യനുണ്ടാകേണ്ട മുഴുവൻ അറിവുകളും സ്വായത്തമാക്കിയ സ്വാമിയുടെ പ്രഭാഷണങ്ങൾ മുംബൈ മലയാളികൾക്കിടയിൽ സജീവ ചർച്ചകളാകാറുണ്ട്. വർത്തമാനകാലത്തെ ഓരോ വിഷയങ്ങളിലും വ്യക്തമായ ധാരണയും അഭിപ്രായവുമുള്ള ഇദ്ദേഹം കാലഘട്ടത്തിന് ഒപ്പം സഞ്ചരിക്കുന്ന പണ്ഡിതൻ കൂടിയാണ്. മാനവരാശി മുഴുവനും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള മനുഷ്യ സ്നേഹം അടിത്തറയാക്കിയിട്ടുള്ള ഒന്നാണ് ആ വസുധൈവ കുടുംബത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ദിവസം ഒരു 10-200 ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകും. ആദിവാസി കുട്ടികൾക്ക് പഠിക്കാനൊരു ചെറിയ സ്കൂള് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം, വസ്ത്രം, പുസ്തകം ഇതൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങളായി ഇവിടെ 64 ഡൗറി ഫ്രീ മാരേജ് നടത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഫ്ലാറ്റ്, കാറ്, മൾട്ടിനേഷണൽ കമ്പനി ഷെയർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, പിന്നെ അവൾക്കൊരു ജോലി, ഇത്രയും ഉണ്ടായിരുന്നാൽ കഴിക്കാം എന്നുള്ള അത് മാറ്റി ഒരു പെണ്ണിനോടൊത്ത് ജീവിക്കാനുള്ള തൻ്റെ ഇടവും നട്ടെല്ലും ഉള്ളവൻ മാത്രം കെട്ടിയാൽ മതി. ഇത് അങ്ങനെയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ കഴിഞ്ഞ ഹൈന്ദവ സംസ്കാരം സംരക്ഷിക്കുകയും ഉയർത്തിക്കാട്ടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ. എന്നാൽ ആശ്രമത്തിന്റെ പ്രസിദ്ധി കേട്ടറിഞ്ഞു വരുന്നത് ജാതിമത ഭേദമന്യേ ഉള്ളവരാണ്. അതിന്റെ പ്രധാന കാരണം രാമഗിരി ആശ്രമം സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ തന്നെയാണ്. 60 ഏക്കറോളം വരുന്ന ആശ്രമം ഗ്രാമവാസികൾക്കായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഗ്രാമവികസനത്തിനായി ജലവിതരണം, ഭക്ഷണ സൗകര്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. ആശ്രമത്തിൽ എത്തുന്നവർക്ക് താമസ സൗകര്യം, ജലവിതരണ സംവിധാനങ്ങൾ, പിതൃപൂജയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ, പ്രാർത്ഥനാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമം അന്വേഷിച്ച് എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ്. ആശ്രമത്തിന് കീഴിൽ 10 ഏക്കറോളം സ്ഥലത്ത് 1000-ലധികം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നിർമ്മിച്ച ഗോകുലം വൃന്ദാവൻ പച്ചപൊതച്ച അന്തരീക്ഷത്തിൽ മികച്ച ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആയുർവേദ മരുന്ന് ശേഖരം കൂടിയാണ്. പാവപ്പെട്ട ഗ്രാമവാസികൾക്കും ഇവിടെ എത്തുന്ന ഭക്തർക്കുമായി ആശ്രമത്തിന് കീഴിൽ ആശുപത്രിയും പ്രവർത്തിക്കുന്നു. ഗ്രാമത്തിലുള്ളവർക്കായി വർഷം തോറും മെഡിക്കൽ ക്യാമ്പുകളും ആശ്രമം നടത്തിവരുന്നുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതയിൽ ആത്മീയതയും സ്വൈര്യവും ആഗ്രഹിക്കുന്നവർക്ക് വൃദ്ധസദനവും നിർധനരായ വിദ്യാർത്ഥികൾക്കും ആദിവാസി കുട്ടികൾക്കുമായി സ്കൂളുകളും ആശ്രമം നടത്തുന്നു. ഏത് വിഭാഗത്തിലുള്ളവർക്കും ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പിതൃതർപ്പണത്തിനായി വാവുബലി അർപ്പിക്കാൻ പ്രത്യേകം സജ്ജീകരണങ്ങളും ആശ്രമം നടത്തുന്നു.
ഇക്കഴിഞ്ഞ കർക്കിടക വാവുബലിയിൽ 1000-ഓളം ആളുകളാണ് ഇവിടം എത്തി ബലിയിട്ടത്. ബലിയിടുന്നത് എന്തിനാണ്? മരിച്ചുപോയ എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, എൻ്റെ അനുജനെ, എൻ്റെ ജ്യേഷ്ഠനെ, ഭർത്താവിനെ, മകനെ ഈശ്വരനാക്കി മാറ്റാനാണ് ബലിയിടുന്നത്. അതെങ്ങനെ പറ്റും? ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് പറ്റും. കല്ലിനെ ഞങ്ങൾ ഗണപതിയാക്കും, കല്ലിനെ പരമശിവനാക്കും, കല്ലിനെ പാർവതിയാക്കും. സ്വാമിമാരെയും പണ്ഡിതന്മാരെയും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് രാമഗിരി ആശ്രമത്തിലെ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയെ പോലെയുള്ളവർ മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളവർക്കായി നടത്തിവരുന്നത്. മനസ്സ് കലുഷിതമാകുന്നവർക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഈ ഗ്രാമഭംഗിയും ആശ്രമവും ബാർവി നദിയുമെല്ലാം പുതിയൊരു അന്തരീക്ഷം സമ്മാനിക്കും എന്നത് തീർച്ച. കേരള കൈറ്റ്സിൽ അടുത്തത് ഒപ്പമാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.